ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലു ക്യാപ്സൈറ്റ്. ഇന്ന് നമ്മൾ വോക്ക് അറൗണ്ട് ചെയ്യാൻ പോകുന്നത് ഹ്യുണ്ടായി ഇൻസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്. ഇത് ഹ്യുണ്ടയുടെ എൻട്രി ലെവൽ EV ആണ്. ആൻഡ് ഇറ്റ്സ് എ സ്മോൾ ക്യൂട്ട് കാർ, ഐ വുഡ് സേ. ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക്. ഇത് ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഇവിടെ DRL, ഇതിൻ്റെ അകത്ത് ഹാലോജൻ ഹെഡ് ലാമ്പ്സ് ആണ് വരുന്നത്. ഇവിടെ ഫുള്ള് ഗ്ലാസ് ആണ്, വേറെ വിൻഡൊന്നുമില്ല. അതെ, ഇതിൻ്റെ അകത്ത് ചില സമയത്ത് റെഡാർ വരാറുണ്ട്. ഇതാണ് ഹ്യുണ്ടയുടെ ലോഗോ. പിന്നെ അതിൻ്റെ മുകളിലൊരു ക്യാമറ, പിന്നെ അതിൻ്റെ അകത്ത് മറ്റേ റെയിൻ സെൻസിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഇവിടെ 2 വിൻഡ് ഉണ്ട്. ഇത് ഫങ്ഷണൽ ആണ്. ആൻഡ് ഇവിടെയാണ് ചാർജിങ് പോർട്ട്. തുറക്കാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. ആൻഡ് ഇതാണ് സൈഡിൽ നിന്നുള്ള വ്യൂ. വളരെ ചെറിയ വണ്ടിയാണ്, പക്ഷേ 4 ഡോറാണ്. 3.8 സംതിങ് മീറ്റർ ലോങ്, ഐ ഗസ്. ആൻഡ് 15 ഇഞ്ച് അലോയ് വീല്. ഇവിടെ പേഡിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇൻഡിക്കേറ്റർ. ഇതാണ് ഇൻറ്റീരിയർ കാണാനായിട്ടും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ. ഫോക്കസ് ആകും. സ്റ്റിയറിംഗ് വീല്, ഏറ്റവും പുതിയ സ്റ്റിയറിംഗ് വീല്, മറ്റേ ഡോട്ടുള്ള സ്റ്റിയറിംഗ് വീല്. ഇത് പിന്നെ ഇവിടെ ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ. ഇത് സ്ക്രീനാണ്. ആംറസ്റ്റ് ഉണ്ട്. ഇവിടെ ആംറസ്റ്റ് ഉണ്ട്. ബാക്കിലും 2 പേർക്ക് 3 പേർക്ക് ഇരിക്കാം, പക്ഷേ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. 3 പേർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട്. കാണില്ല. ഇവിടെയാണ് നമുക്ക് ഡോർ ഹാൻഡിൽ സ്വിഫ്റ്റിനൊക്കെ ഉള്ള പോലെ. റിക്സിനല്ല, ബീറ്റിനായിരുന്നു തോന്നുന്നത് അങ്ങനെ ഡോർ ഹാൻഡിൽ ആദ്യം ഉണ്ടായിരുന്നത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. ആൻഡ് ബാക്കിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കാണ്, ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ്. ഇതാണ് ബാക്ക് എന്നുള്ള വ്യൂ. ഐ തിങ്ക് ദിസ് വുഡ് ഇലുമിനേറ്റ്. ഇവിടെ ബ്രേക്ക് ലൈറ്റ്, റിവേഴ്സ്, ഇൻഡിക്കേറ്റർ. റിവേഴ്സ് ഇവിടെയാണ് വരുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ബാക്ക് എന്നുള്ള ഓവറോൾ ലുക്ക്. ആൻഡ് ഈ വണ്ടിയുടെ അകത്ത് ഇരിക്കുന്ന EV മോട്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 71 kWh മോട്ടർ ആവാനാണ് സാധ്യത. ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് 91 PS ആണെന്ന് തോന്നുന്നു. ഈ വണ്ടിയുടെ റേഞ്ച് 237 km ആണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ ഇതിനൊരു ക്രോസ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയൻറ്റും കൂടി ഉണ്ട്, ഇൻസ്റ്റർ ക്രോസ്. അതിന് മുകളിൽ റെയിലൊക്കെ ഉണ്ട്, റൂഫ് റെയിൽ. അതിന് കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള 85 kWh മോട്ടറാണ് വന്നേക്കുന്നത്. അപ്പോൾ അത്രയുള്ള കേസ് ഈ വണ്ടിയുടെ വിശേഷം. ഈ വണ്ടി ഇന്ത്യയിൽ വന്നായിരുന്നെങ്കിൽ ആളുകൾ മേടിക്കുകയും ചോദിക്കും. ഇതുമായിട്ട് കണ്ടൻറ്റ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ അത്രയുള്ള ഗൈസ്, ബൈ.